ഡ്രാക്കുള. ആ പേര് നിങ്ങളുടെ പലരുടെയും മനസ്സുകളിൽ കാണും. അർദ്ധരാത്രികളുടെ ഇരുട്ടിൻ്റെ മറവിൽ ലണ്ടൻ നഗരത്തെ ഭയത്തിൻ്റെ നിഴലിൽ നിർത്തിയ അന്ധകാരത്തിൻ്റെ പ്രഭുവായ ഡ്രാക്കുളയെക്കുറിച്ചാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹൊറർ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഡ്രാക്കുള. 1897 ബ്രാം സ്റ്റോക്കർ എഴുതിയ ഒരു നോവലിലാണ് ഡ്രാക്കുള എന്ന കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത്. കിഴക്കൻ യൂറോപ്പിലെ ട്രാൻസിൽവാനിയ എന്ന സ്ഥലത്തെ ഒരു വലിയ ഇരുണ്ട കോട്ടയിലാണ് ഡ്രാക്കുള താമസിച്ചിരുന്നത്. ഇരുട്ടുമൂടുന്ന രാത്രികളിൽ വവ്വാലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളുടെ പലരുടെയും ഉള്ളിൽ ആ കഥാപാത്രം പ്രത്യക്ഷപ്പെടാറുണ്ട്. സാധാരണ മനുഷ്യരെ പോലെയല്ല ഡ്രാക്കുള ജീവിച്ചിരുന്നത്. പകൽ സമയങ്ങളിൽ അവൻ പുറത്തിറങ്ങിയിരുന്നില്ല. രാത്രികാലങ്ങളിലായിരുന്നു അവൻ ആളുകളെ വേട്ടയാടിയിരുന്നത്. ഡ്രാക്കുളയ്ക്ക് തൻ്റെ രൂപം വവ്വാലിൻ്റെയോ ചെന്നായുടെയോ രൂപത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നു. ഇത് ആളുകൾക്കിടയിൽ ഡ്രാക്കുള എന്ന പേരിനെ വലിയ ഭയം സൃഷ്ടിപ്പിക്കുന്നതിന് കാരണമായി. തൻ്റെ കണ്ണുകൾ കൊണ്ട് ആളുകളെ നിയന്ത്രിക്കാനും അവരെ കൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്യിപ്പിക്കാനും അവന് കഴിഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള കഴിവുകൾ നിലനിർത്താൻ വേണ്ടിയാണ് ഡ്രാക്കുള ആളുകളെ കൊന്ന് രക്തം കുടിച്ചിരുന്നത്. അതോടൊപ്പം താൻ രക്തം കുടിച്ച് കൊന്നയാളുകളെ തൻ്റെ അനുയായികളാക്കി മാറ്റാനും ഡ്രാക്കുളയ്ക്ക് കഴിഞ്ഞിരുന്നു. സൂര്യപ്രകാശത്തെ ഡ്രാക്കുള വലിയ രീതിയിൽ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അവൻ രാത്രികാലങ്ങളിൽ തൻ്റെ വേട്ടയാടലുകൾ നടത്തിയിരുന്നത്. തൻ്റെ പുതിയ അനുയായികളെ കണ്ടെത്താനും ഈ ലോകത്ത് ഒരു അന്ധകാരത്തിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാനും വേണ്ടി ലണ്ടൻ നഗരത്തെ ലക്ഷ്യമാക്കി ഡ്രാക്കുള പോവുകയുണ്ടായി. എന്നാൽ ധീരരായ ഒരു കൂട്ടം പോരാളികൾ അവനെതിരെ പോരാടുകയുണ്ടായി. ശാസ്ത്രത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ധൈര്യത്തെയും ആയുധമാക്കി അവർ അവനെ നശിപ്പിക്കുകയുണ്ടായി. കഥകളിൽ അവൻ ഇല്ലാതായെങ്കിലും നമുക്കിടയിലുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ ഇന്നും ഡ്രാക്കുള ഭയത്തിൻ്റെ പ്രതീകമായി നിലനിൽക്കുന്നുണ്ട്.